കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതൊക്കെ താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ ഇവാൻ മുക്കമനോവിച്ച് ഇന്നലത്തെ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവാൻ മുക്കമനോവിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പോസ്റ്റ് ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 4Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ചാനൽ 4Kയിലേക്ക് എടുക്കാൻ വെറും 42 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാക്കുന്നത് കരൺജിത് സിംഗ് ആയിരിക്കില്ല, പകരം ലാറ ശർമ്മയായിരിക്കും. ലാറ ശർമ്മയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ഗോൾ വില കാക്കുന്നതെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ ലെസ്കോവിച്ച് ഈ മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന് ഇവാൻ മുക്കമനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ലെസ്കോവിച്ച് ഈ മത്സരത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നലെ ഇവാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഫെഡോറിനും ദിമിക്കും റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ഡിഫൻസിലെ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്യുക സന്ദീപ് സിംഗ് തന്നെയായിരിക്കും. സന്ദീപ് സിംഗ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഇന്നും കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ രണ്ട് സെൻറ്റർ ബാക്കുകളായി ഉണ്ടാവുക മിലോസ് ട്രിൻസിച്ചും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചുമായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയ അരിത്രാദാസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് ഇന്നത്തെ മത്സരത്തിൽ കൈകാര്യം ചെയ്യും. ഇന്ത്യൻ താരമാണ് ആ താരം. നവോച്ച സിംഗിന് പകരമായിരിക്കും ആ താരം അവിടെ എത്തുന്നത്. അതുപോലെ തന്നെ മിഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മധ്യനിര തന്നെയായിരിക്കും ഇവാൻ മുക്കമനോവിച്ച് ഇന്ന് ഇറക്കുക. മിഡിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ KP, അതുപോലെ തന്നെ വിപിൻ മോഹനൻ, അതുപോലെ ഡാനിഷ് ഫറൂഖ്, അതുപോലെ മുഹമ്മദ് ഐമൻ, ഇങ്ങനെയായിരിക്കും മധ്യനിര ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ ഇഷാൻ പണ്ഡിത, അതുപോലെ തന്നെ നിഹാൽ സുധീഷ്, ഇങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ലൈനപ്പ് ഇറക്കാനുള്ള സാധ്യതകൾ 90% കാണുന്നത്. എന്തായാലും ഇങ്ങനെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ ഉള്ളത്. എന്തായാലും മികച്ചൊരു ലൈനപ്പ് തന്നെ, എല്ലാ കൂടി ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റിയൊരു മത്സരം കൂടിയാണ് ഇന്നത്തെ മത്സരം. എന്ത് തന്നെയായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ നീരുടെ ചിറകിലേറി വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. 2 വിദേശ താരങ്ങളാണ് ഇന്നത്തെ മത്സരം ഉൾക്കൊള്ളുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ലെസ്കോയും അതുപോലെ തന്നെ മിലോസുമായിരിക്കും. ഡൈസൂക്കി സക്കായും ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നുണ്ട്. താരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും വരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു വിജയം തന്നെ നേടിയെടുക്കട്ടെ എന്ന് നമുക്കിപ്പോൾ ആശംസിക്കാം.